അങ്ങനെ നമ്മുടെ ടൈസർ PDI ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡെലിവറി എടുത്തു. അത് കഴിഞ്ഞ് 1 മാസം ആയപ്പോഴത്തേക്കും നമ്മുടെ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ PDI ചെയ്ത വണ്ടിയുടെ ഫ്രണ്ടിലെ 2 വീലിൻ്റെയും കാലിപ്പേഴ്സും അതുപോലെ തന്നെ അവിടെയുള്ള നമ്മുടെ അവിടെ നിന്ന് പോകുന്ന ജോയിൻ്റ് ഒരു നെക്കിൾ എന്ന് പറയുന്ന ഒരു പാർട്ടും അവിടെ തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെ തുരുമ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ PDI ഇൻസ്പെക്ഷനിൽ വിട്ടുപോയതാണോ ചോദിച്ചു. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ PDI ഇൻസ്പെക്ഷൻ ചെയ്യാൻ നേരത്ത് അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ലായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ ഈ പറയുന്ന പോലെ തുരുമ്പ് പിടിക്കുകയല്ല ചെയ്യുന്നത്. തുരുമ്പ് പിടിക്കുന്ന പോലെ തുരുമ്പിൻ്റെ ഒരു അംശം പോലെ അവിടെ ഇങ്ങനെ ആ ഒരു പാർട്ട് മൊത്തം അങ്ങനെ ഇരിക്കും. പക്ഷെ അത് തുരുമ്പ് പിടിച്ചു പോവുകയോ നശിച്ചു പോവുകയോ ഒന്നും ചെയ്യത്തില്ല. അത് അങ്ങനെ വരുന്നതാണ്. അത് കാര്യമാക്കി എടുക്കാനുള്ളതൊന്നുമില്ല. അത് അങ്ങനത്തെ ആ ഒരു കാസ്റ്റ് അയൺ മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ പല ഭാഗങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആ ഒരു കാലിപ്പേഴ്സിൻ്റെയും ആ ഒരു നെക്കിളിൻ്റെ ഒക്കെ ഭാഗത്ത് ഈ പറയുന്ന പോലെ തുരുമ്പിൻ്റെ ഒരു ഇത് കാണാം. അത് ആ മെറ്റീരിയൽ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്ത് വരുന്നതേ ഉള്ളൂ. പക്ഷെ അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടൈസറിൻ്റെ PDI വീഡിയോ. അപ്പോൾ നിങ്ങളൊരു പുതിയൊരു കാർ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും PDI ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളെ കൺസൾട്ട് ചെയ്യാം. അതൊന്നും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരുവല്ല ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് വന്ന് PDI ചെയ്ത് തരാവുന്നതാണ്. നമ്മുടെ കയ്യിൽ നമ്മൾ പ്രൊഫഷണൽസ് അല്ല. സോ നമ്മുടെ കയ്യിൽ അങ്ങനെ എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെ കയ്യിൽ ഫ്രീ ആയിട്ടാണ് നമ്മൾ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ തിരുവല്ല ഭാഗത്ത് എവിടെയെങ്കിലുമാണ് നിങ്ങൾ ഡെലിവറി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള അല്ലെങ്കിൽ ഫോൺ ത്രൂവോ എന്തെങ്കിലും അഡ്വൈസ് തരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ DM ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് TD രജിസ്ട്രേഷൻ ആവുന്നതിനെക്കാട്ടി മുന്നേ വേണം നമ്മൾ ഈ ഇൻസ്പെക്ഷൻ ചെയ്യാൻ. അതുപോലെ തന്നെ എമൗണ്ട് ഫുൾ കൊടുക്കുന്നതിനെല്ലാം മുന്നായിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം നമുക്ക് ഇനി ഇൻസ്പെക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളത് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. സോ അതിക്കൊക്കെ മുന്നേ നമ്മൾ യാർഡിലാണെങ്കിൽ ചിലപ്പോൾ യാർഡിൽ പോയി നമ്മൾ വെഹിക്കിൾ ഇൻസ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിന് ശേഷം വേണം നമ്മൾ ബാക്കി രജിസ്ട്രേഷൻ പ്രോസസ്സും ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ DM ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇൻസ്പെക്ഷൻ്റെ ചെക്ക് ലിസ്റ്റ് അയച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്പെക്ഷനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. സപ്പോർട്ട്